അയ്യോ എന്റെ ചട്ടി ചട്ടി മര്യാദ അഡ്വാൻസ് പൈസ തിരിച്ചു തന്നോ അല്ലെ ഞാൻ ആരാണ് നിങ്ങൾ അറിയും. നീ പോടാ. എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന മുമ്പ് വായിച്ചു നോക്കണമായിരുന്നു. ഒരു വർഷം നീ തികച്ച് താമസിച്ചില്ലെങ്കിലേ അഡ്വാൻസ് പൈസ ഓണറിനാ. കള്ളക്കളവി കുറെ പേപ്പറും കൊണ്ട് ഒപ്പിടാന്ന് ഞാൻ എങ്ങനെ അറിയും? ഞാൻ ഇവിടുന്ന് താല്പര്യപ്പെട്ട് പോയൊന്നുമില്ല. നിങ്ങളെ ശല്യം സഹിക്കുക ഞാൻ ഓടിയതാണ് ഇവിടുന്ന്. എനിക്കതൊന്നും അറിയണ്ട. നീ കൂടുതൽ ഷോ കാണിച്ചല്ലേ ഞാൻ പോലീസിനെ വിളിക്കും. പോലീസിനെ വിളിക്കും. നിങ്ങൾ ഇന്ന് ഞാൻ ആരാണെന്ന് അറിയും. ഇവിടെ അടുത്ത ചട്ടി ഞാൻ ഇപ്പൊ പൊട്ടിക്കും. ഒരു വീട് 57 ചട്ടി. നീ തീർന്നടാ, നീ തീർന്നു. ഓ നക്ഷത്രക്കാലം ഉണ്ടെങ്കിൽ ഞാൻ ഈ വീടും കത്തിക്കും, നിങ്ങളെ കത്തിക്കും. ചട്ടി മോനെ എന്തോ വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ. അവർ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്താലേ നിന്നെ പിടിച്ച് അകത്താക്കും. അവർ ഇതുവരെ ആർക്കും അഡ്വാൻസ് പൈസ തിരിച്ചു കൊടുത്തിട്ടേ ഇല്ല. എന്റെ അടുത്ത് ചെയ്തതിനൊക്കെ ഈ കളവി നശിച്ചു പോണേ. ഈ വീട്ടിൽ ഇനി ആരും വാടകയ്ക്ക് വരൂല. കൊലഞ്ഞു പോ. വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? എന്റെ മക്കൾ അമേരിക്കയിലാണ്. എനിക്ക് ഇത്രയും വലിയ വീട് വേണ്ടാത്തോണ്ട് ഗ്രൗണ്ട് ഫ്ലോർ നിങ്ങൾക്ക് വാടകയ്ക്ക് തരണം. നിങ്ങൾ IT എന്നല്ലേ പറഞ്ഞേ? ID കാർഡ്. വെരിഫിക്കേഷന് വേണ്ടിയിട്ടാ. കുറേ എണ്ണം ജോലി ഇല്ലാത്തത് വരും. സ്ഥിര വരുമാനം ഉണ്ടെങ്കിലല്ലേ നമുക്ക് വാടക തരാൻ പറ്റൂ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം? എന്ത് പ്രശ്നം? എനിക്ക് ഒച്ചയും ബഹളവും ഒന്നും ഇഷ്ടമല്ല. അത് മനുഷ്യരായാലും TV ആയാലും. ഇനി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വന്ന് മോൻ കയറി ഫാനിൽ തൂങ്ങിയാൽ ഞാൻ പെട്ടുപോകില്ലേ? തൂങ്ങാനാ? ഇത് പൊട്ടു വെച്ചോ മോളെ, മോള് വരയ്ക്കുവോ? എന്നാ എൻ്റെ ചുവരിൽ വേണ്ടേ. അഥവാ വരയ്ക്കുകയോ ആണി അടിക്കുകയോ ചെയ്ത 500 രൂപ ഫൈൻ. ഏതായാലും നിങ്ങൾ പോകുമ്പോൾ ഞാൻ വൈറ്റ് വാഷ് ചെയ്തിട്ടേ വിടുകയുള്ളൂ. പിന്നെ മോൻ്റെ കാർ പുറത്തിട്ടിരുന്നാൽ മതിയേ. അപ്പൊ ഇവിടുത്തെ കാർ പോർച്ചോ? അത് ഞാൻ വേറെ വാടക കൊടുത്തിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ പൈസ നിങ്ങൾ തരുകയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തോ. പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടായിട്ടല്ല. എൻ്റെ മക്കൾ അമേരിക്കയിലാണേ. എന്നാലും മനസ്സിലായി. പിന്നെ ഇതിനൊക്കെ ഓക്കെ ആണെങ്കിൽ എഗ്രിമെന്റിൽ സൈൻ ചെയ്യാം. ഇതെന്തോന്ന് ബുക്ക്ലെറ്റ്? ഈ വീട്ടിൽ താമസിക്കുമ്പോൾ പാലിക്കേണ്ട റൂൾസാ. സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കിയാൽ മതി. One, 2, 3. ഗസ്റ്റ് ഉണ്ടല്ലേ മോളെ? ആന്റി ഇന്ന് തന്നെ പോവില്ലല്ലേ? റൂം നമ്പർ 17. ഗസ്റ്റുകൾ ആരും ഇവിടെ താമസിക്കാൻ പാടില്ല. ഇന്ന് തന്നെ പോവാ ആന്റി. എന്നാ കുഴപ്പമില്ല. ഇവരെന്താണ് ഇങ്ങനെ? ഇതുകൊണ്ടല്ലേ നിന്റെ അടുത്ത് വേറെ വീട് നോക്കാൻ ഞാൻ പറഞ്ഞത്. എടാ അതിന് നിങ്ങൾ ഇവിടെ വന്നിട്ട് കുറച്ചാണല്ലേ ആയുള്ളൂ. കുറച്ച് നാള് അത് തന്നെ മതി. ഇല്ല ഇല്ല ദച്ചു, ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ നിനക്ക് കാർട്ടൂൺ ഇട്ട് തരും. ഇല്ല ഇത് കഴിഞ്ഞ് ഞാൻ നിനക്ക് കാർട്ടൂൺ. രണ്ടുപേരും കണ്ട ഞാൻ കണ്ടോളാം. സന്തോഷായല്ലോ. ഇനി അവിടെ പോയിരി മോളെ. ആന്റി രണ്ട് രാവിലെ ഇട്ടായിരുന്നു. അയ്യോ അതിനൊന്നുമല്ല. എൻ്റെ TVയെ വർക്കാവണില്ല. എനിക്കാണെങ്കിൽ ഒരു സീരിയൽ കാണണം. മക്കൾ വാ, നമുക്ക് അകത്തേ കളിക്കാം. ഇല്ലെങ്കിൽ അവർക്ക് എൻ്റെ കിൻഡർ ജോയും കൂടെ വേണമെന്ന് പറയും. മോളെ എനിക്ക് നല്ല തലവേദന. ഒരു ചായ ഇട്ട് തരൂ. എന്താണ്ടി? ഒന്നില്ല മോളെ. ഈ വലയും പൊടിയൊക്കെ ഇരിക്കുമ്പോഴേ നിങ്ങൾക്ക് ജലദോഷവും തുമ്മലൊന്നും വരൂലേ? ഇതൊന്നും ഇപ്പം തന്നെ വൃത്തിയാക്കിയിട്ടേക്കടേ. ആന്റി എന്നെ പോന്നേട്ടാ, അതിനെക്കാട്ടും പേര് എൻ്റെ അമ്മായിമ്മയായിരുന്നു.
ഓ അതിൻ്റെ ഇടയിൽ കൂടെ. ചേട്ടാ ഈ ആഴ്ചയിൽ കയറി എന്നുള്ള ഇൻസ്പെക്ഷനൊക്കെ പോട്ടെന്ന് വയ്ക്കാം. പക്ഷെ ചില സമയത്ത് ഇവരുടെ സ്വഭാവമേ ഹോസ്റ്റൽ വാട്ടന്മാരൊക്കെ കഷ്ടമുണ്ട്. അയ്യോ ആന്റി പൂട്ടല്ലേ, അരുണ് വന്നില്ല. അതൊന്നും എനിക്കറിയണ്ട. 10 മണിയാകുമ്പോൾ ഞാൻ ഗേറ്റ് പൂട്ടും. എങ്കിൽ ആന്റി ചാവി തന്നിട്ട് പോക്കോ. താക്കോലൊന്നും തരാൻ പറ്റില്ല. നിങ്ങൾ പൂട്ടാതെ കിടന്നുറങ്ങിയ കള്ളന്മാരുള്ള സ്ഥലമാണ്. ആ എടി ഞാൻ എത്താറായി. ഇനിയിപ്പോ ഇങ്ങോട്ട് വരണ്ട. അമ്മച്ചി ഗേറ്റും പൂട്ടി താക്കോലും കൊണ്ടുപോയി. അപ്പൊ ഞാൻ അങ്ങനെ വീട്ടിൽ കയറും? അവരിനി എന്തായാലും തുറക്കാൻ പോകുന്നില്ല. ഓഫീസിൽ തന്നെ കിടന്നോ. എടി ഓഫീസൊക്കെ പൂട്ടി അവരൊക്കെ പോയി. എങ്കിൽ ഇപ്പൊ എവിടെ എത്തിയോ അവിടെ കാർ ഒതുക്കിയിട്ട് കിടന്നു. അപ്പം ഗുഡ് നൈറ്റ്. എടാ നീ ഇപ്പൊ കാറി കിടന്നുറങ്ങിയ? കാറിൽ കിടന്നുറങ്ങിയെന്നാ. ഇപ്പൊ മാസത്തിന്റെ പാതി ഇങ്ങനെ കാറിൽ തന്നെ ഉറങ്ങുന്നു. അത് മാത്രം ഈ വീട്ടിൻ്റെ അകത്ത് മര്യാദയ്ക്ക് ബാക്കി രുചിയായിട്ട് സാധനം വെച്ച് കഴിക്കാൻ പറ്റൂല. എടാ ആഹാരം കഴിക്കുന്നതിന് എന്തോ പ്രശ്നം? ഉപ്പ് കറക്റ്റാണോ നോക്ക്. ശിവ ശിവ, തിങ്കളാഴ്ച ചിക്കൻ കറിയോ? ഇതൊന്നും ഈ വീട്ടിൽ പറ്റൂല. എടാ തിങ്കളാഴ്ച വ്രതം കൊടുക്കുന്ന വീട്ടുകാരുണ്ട്, അതുകൊണ്ടായിരിക്കും. തിങ്കളാഴ്ച മാത്രം? തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി, ഇപ്പൊ എല്ലാ ദിവസവും ആയല്ലേ? തീർന്നില്ല. വിനായക ചതുർത്ഥി, ശ്രീകൃഷ്ണ ജയന്തി, ആറ്റിയപ്പൊങ്കാല, മകരവിളക്ക്, മണ്ഡലകാല, പൂജയെടുപ്പ്, കറുത്ത വാവ്, വെളുത്ത വാവ്, ശിവരാത്രി, കർക്കിടക മാസം, പിന്നെ എന്തോന്നൊക്കെ ഉണ്ട്. എങ്ങനെ പിന്നെ കൊണ്ട് ഇതിപ്പോ 365 ദിവസം ആയല്ലോ. ആണല്ലേ? വേറെ കോഴിക്കാലണ്ട കാലം പറഞ്ഞു. ചേട്ടാ ഇതാ ഞങ്ങളുടെ അവസ്ഥ. എങ്ങനെയെങ്കിലും ഒരു വീട് സെറ്റാക്കി തരുമോ? എടാ ഇവിടെ വീട് കിട്ടാൻ വലിയ പാടൊന്നുമില്ല. നമ്മുടെ പ്രോപ്പർട്ടി ട്രിവാൻഡ്രത്തിന്റെ വെബ്സൈറ്റിൽ കയറി തപ്പിയാൽ പോരെ. പ്രോപ്പർട്ടി ട്രിവാൻഡ്രം? എടാ അതിലാവുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടോ അപ്പാർട്ട്മെൻറ്റോ റെൻറ്റിനായാലും അതല്ല ഇനി വാങ്ങാനായാലും അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എടാ ഞാൻ തന്നെ വസ്തു മേടിച്ചത് വീട് വെച്ചതൊക്കെ ഇതുവഴിയാ. ശരിക്കും? ആ എടാ സത്യം പറഞ്ഞ് ഞാൻ ഒന്നും അറിഞ്ഞില്ല കേട്ടോ. ഈ വസ്തുവിൻ്റെ വാല്യുവേഷനും ലീഗലും പേപ്പർ വർക്കും എല്ലാം അവരാ സെറ്റ് ചെയ്ത് തന്നെ. എടാ ഞാൻ പറയണത് നിങ്ങൾ ഇനി ഈ വാടക വീട് നോക്കാതെ സ്വന്തമായിട്ടൊരു വീട് വെച്ച് മാറ്. ചേട്ടാ ആഗ്രഹം ഉണ്ടായൊരു കാര്യമില്ലല്ലോ, ബഡ്ജറ്റ് വേണ്ടേ? എടാ ഇതിലൂടെ ആണെങ്കിൽ നല്ല ബെസ്റ്റ് പ്രൈസിന് പ്രോപ്പർട്ടീസ് കിട്ടും. പിന്നെ നിനക്ക് ഫണ്ടിൻ്റെ എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടെങ്കിൽ ഹോം ലോൺ വരെ സെറ്റ് ചെയ്ത് തരും. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെറുതെ കിടന്ന് അലയണം. എഞ്ചിനീയർ, ആർക്കിടെക്ട്, കോൺട്രാക്ടർ, എന്തിന് ഇൻറ്റീരിയർ ഡിസൈനർ വരെ അവർ തരും. ഇത്രയും പോരെ? അരുണേ, തള്ള തുടങ്ങി. ഇതാണ് ഇവിടുത്തെ അടുത്ത പ്രശ്നം. എടി പാല് മാത്രമല്ലേ ഉള്ളൂ, പോയിട്ട് വന്നിട്ട് പിന്നെ പോകാൻ പറയല്ലേ? മതി മതി. ആ അരുണേ, കടയിൽ പോകാൻ പോണം. ആൻറ്റിക്ക് ഒരു ചെറിയ ഹെൽപ്പ്. കുറച്ചേ ഉള്ളൂ. ചാന്ദിനി, ആ കാറിന്റെ താക്കോലൊരു പെട്ടി ഇങ്ങോട്ട്. ആൻറ്റി ഇതാ പറഞ്ഞ സാധനങ്ങൾ. താങ്ക്സ് മോനെ. മോൻ തന്നെ അകത്തോണ്ട് വെച്ചോ. തേച്ച തുണി, നന്നാക്കിയ മിക്സി, അതിൻ്റെ എണ്ണ. അയ്യോ മോനെ, നല്ലെണ്ണയല്ല, കടലെണ്ണയാ. മന്ത്ര ഗവൺമെന്റ് ആയാലും ഒന്ന് മാറ്റി വാങ്ങിച്ചിട്ട് വരണേ. എടാ ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ നിനക്കെന്താ പ്രാന്തുണ്ടോ? നിങ്ങളിവിടുത്തെ വാടകക്കാരല്ലാതെ അവരുടെ അടിമയൊന്നും അല്ല. അരുണേ വന്നില്ല. ആ തോണ്ട കവിയൂർപ്പന്നമ്മ വിളിക്കുന്നു. ഉണ്ണി ചെല്ല്, വല്ല അരിയും പൊടിപ്പിച്ച് കൊടുക്കാനായിരിക്കും. കവിയൂർപ്പന്നമ്മല്ലേ, ഇത് ഡൊറോത്തി മതാൻ വേണ്ടി. എടാ നിങ്ങൾ ഇന്ന് തന്നെ വേറെ വീട് നോക്കി കേട്ടോ. കടവ് എന്നെ കാണണ്ട. ഇനി എന്നെ കണ്ടാൽ പറയും തൊട്ടേം കയറി എടുത്ത് എന്നിട്ട് മോനെ ഇച്ചിരി വെള്ളം കഴിച്ചു തരുമോ എന്ന് പറയും. എനിക്ക് വയ്യ, ഞാൻ പോണു. എന്താ മോളെ കുട്ടി നിൽക്കാറ്? ഇവിടെ മെൻസ് ഹോസ്റ്റലുള്ളതാ. നിന്റെ ഈ വേഷം കണ്ട് പയ്യന്മാർ ഇവിടെ കിടന്ന് കറങ്ങിയാലേ അതിൻ്റെ നാണക്കേട് എനിക്കാ. എനിക്ക് ഇഷ്ടമുള്ളത് ഞാനിടും. അത് മോളുടെ വീട്ടിൽ. എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ പറയണതാണ് നിയമം. ഈ മുറ്റം കിടക്കണ കണ്ട ഇതിൻ്റെ തൂത്തിടണമെന്ന് മോൾക്ക് അറിഞ്ഞൂടെ? ഈ തുണി വിരിച്ചിട്ടേ മോളൊന്ന് തൂത്തിട്ടേരെ. ഇത് ഞങ്ങളുടെ മാത്രം മുറ്റമല്ലല്ലോ, ആൻറ്റിക്കും തൂക്കാം.
ഇത് കഴിഞ്ഞിട്ടേ ആൻറ്റി ഒന്ന് തൂത്തിട്ടേക്കെ. സ്റ്റോൺ പേപ്പർ സിസർ. ചീറ്റിംഗ് ഒന്നുമില്ല, കറക്റ്റ് ആയിരുന്നു. ഇല്ല 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 അരുണേ, നീ കറണ്ട് ബില്ല് അടച്ചില്ലേ? നാളെ കറണ്ട് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് വിളിച്ചിരുത്. ആദ്യം മനപ്പൂർവ്വം അടയ്ക്കാത്ത തന്നെ. ആൻറ്റിയുടെ ബില്ലും കൂടെ അടയ്ക്കാൻ എനിക്ക് പറ്റിയൊന്നുമില്ല. ആദ്യം വെള്ളത്തിനും കറണ്ടിനും 2 മീറ്റർ ആക്കണം, എന്നിട്ട് അടയ്ക്കാം. മീറ്റർ വയ്ക്കാനൊന്നും പറ്റില്ല. എനിക്ക് കറണ്ട് ചാർജ് ഒന്നും അത്ര ആവൂല. എത്ര ചാർജ് ആവുന്നത് എനിക്കറിയേണ്ട കാര്യമൊന്നുമില്ല. ഒന്നിൽ 2 മീറ്റർ വയ്ക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ബില്ലിന്റെ ഷെയർ ആൻറ്റി തരണം. നിങ്ങളെ ഈ വീട്ടിൽ വെറും വാടകക്കാരാ. ഈ വീട്ടിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ കൂടുതൽ ആളാകാനൊന്നും വേണ്ട. അത് തന്നെ എനിക്കും പറയാനുള്ളേ. ഞങ്ങളെ ഈ വീടിന്റെ ഒരു പോർഷന് താമസിക്കുന്ന വാടകക്കാരാ, അല്ല നിങ്ങളുടെ വേലക്കാരല്ല ഈ പറയുന്ന മൊത്തം ചെയ്യാൻ വേണ്ടിയിട്ട്. ഗസ്റ്റ് വരാൻ പാടില്ല, വന്നാൽ തന്നെ നിൽക്കാൻ പാടില്ല, ഇഷ്ടമുള്ളത് കുക്ക് ചെയ്യാൻ പാടില്ല. 10 മണിയാകുമ്പോൾ നിങ്ങൾ ഗേറ്റ് പൂട്ടിയിട്ട് അങ്ങ് പോകും. എത്ര ദിവസം ഞാൻ പുറത്ത് കാറി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെന്ന് അറിയാമോ? ഇതിനെല്ലാം പുറമെ ഇവർക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഞാൻ വാങ്ങിച്ചോട് കൊടുക്കുകയും വേണം. ഇനി അങ്ങനെ ഒന്നും ചെയ്യാനേ എനിക്ക് സൗകര്യമില്ല. എന്നാ നിങ്ങളെ ഇവിടെ നിർത്താൻ എനിക്ക് സൗകര്യമില്ല. 24 മണിക്കൂർ സമയം തരും. അതിന്റെ ഇടയ്ക്ക് പെട്ടിയും കിടക്കെ എടുത്തിട്ട് ഇറങ്ങിക്കൊള്ളാം. അല്ലെങ്കിൽ തന്നെ ഈ ജയിലിന്റെ അകത്ത് കിടക്കാൻ ഞങ്ങൾക്ക് ഒരു താല്പര്യം ഇല്ലേ. പിന്നെ ഈ 24 മണിക്കൂർ ഉമ്മാക്കി ഇങ്ങോട്ട് വേണ്ട. എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പുതിയൊരു വീട് കിട്ടുന്നവരെ ഇവിടെ തന്നെ നിൽക്കും. ആ, നിങ്ങൾ താമസിക്കണേ എനിക്കും ഒന്ന് കാണണം. ആ കാണാം. ആ, അരുണ, ഇനി നമ്മൾ എന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് വേറൊരു വീട് കണ്ടുപിടിക്കണ്ടേ? നീ ടെൻഷൻ ആവണ്ട. ഞാൻ പ്രോപ്പർട്ടി ട്രിവാൻഡ്രത്തിൽ 2-3 വീട് നോക്കി വെച്ചിട്ടുണ്ട്. നാളെ ലീവ് എടുത്ത് പോയി നോക്കാം. അയ്യോ കള്ളൻ ഓടി വരട്ടെ. അയ്യോ ആന്റി അല്ലേ ഇത്? കള്ളം കയറി തോന്നുന്നു. നിങ്ങൾ ഇത് എവിടെ പോകും മനുഷ്യ? കള്ളം കയറിയെങ്കിൽ കണക്കായി പോയി. മര്യാദ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നീ എന്തോന്നൊക്കെ പറയുന്നത്? ഞാൻ പോയി നോക്കിട്ട്. നീ നെറ്റിലിട്ട് കള്ളം കേട്ടാ, നീ ലൈറ്റ് ഓഫ് ചെയ്താ. അയ്യോ മോനെ, അലമാരയിലുള്ള സ്വർണ്ണവും പണവും എല്ലാം എടുത്തോണ്ട് പോയടാ. ആന്റി ഒന്ന് സമാധാനപ്പെടും. അത് നിങ്ങളുടെ അലമാരയിലെ സാധനം മാത്രമല്ലേ എടുത്തോണ്ട് പോയുള്ളൂ. നിങ്ങളൊന്നും ചെയ്തില്ലല്ലേ. നിങ്ങൾ ഇത്രയൊക്കെ കിടന്ന് വിളിച്ചു കൂവിട്ടെ ഈ അയൽവക്കത്തുള്ള ഒരാളെങ്കിലും ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയ. നിങ്ങളുടെ സ്വഭാവമാണ് കാരണം. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലേ അമേരിക്കയിൽ കിടക്കുന്ന മക്കൾ വരാൻ മിനിമം 4 ദിവസം എടുക്കും. ഒരു അത്യാവശ്യത്തിന് പെട്ടെന്ന് ഇങ്ങോട്ട് ഓടിക്കയറി വരാൻ ഇവിടുത്തെ അയൽവക്കക്കാരും ഞങ്ങളെപ്പോലത്തെ വാടകക്കാരും മാത്രമേ കാണുള്ളൂ. ഞങ്ങളെന്തായാലും ഉടനെ ഇവിടുന്ന് പോകും. അതുകൊണ്ട് ഇനിയെങ്കിലും വരുന്ന ആൾക്കാരടുത്തൊരു മനുഷ്യനെ പോലെ പെരുമാറാൻ നോക്കും. പിന്നെ സ്റ്റേഷനിലെല്ലാം പോകണമെങ്കിലേ ഞാനും കൂടെ വരാം. ഇവിടെ CCTV ഒക്കെ ഉള്ളതല്ലേ, ചിലപ്പോൾ ആളെ കിട്ടും. മോനെ, നിങ്ങൾ ഇനി ഒരിടത്ത് പോണ്ട. ഇവിടെ തന്നെ താമസിച്ചാൽ മതി. വീട് വാടകയ്ക്ക് കൊടുത്തതിന് ശേഷം വാടകക്കാരെ ഇതുപോലെ ഇട്ട് ശ്വാസം മുട്ടിക്കുന്ന ചില ഹൗസ് ഓണേഴ്സ് എങ്കിലും നമ്മുടെ നാട്ടിലുണ്ട്. ചുവരിൽ ആണി അടിക്കാൻ പാടില്ല, ഗസ്റ്റ് വരാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ 1008 കണ്ടീഷൻസ് ഇടുന്നത് പോരാഞ്ഞിട്ട് ഹൗസ് ഓണർ പറയുന്നതെല്ലാം വാടകക്കാരനുസരിച്ചേ പറ്റുമെന്ന് വാശി പിടിക്കുന്നവരുമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഹൗസ് ഓണർമാർ ഒരു കാര്യം മനസ്സിലാക്കുക, അവർ നിങ്ങളുടെ വീട്ടിൽ മനസ്സമാധാനത്തോടെ താമസിക്കാൻ വന്ന വാടകക്കാരാണ്, അല്ലാതെ നിങ്ങളുടെ അടിമകളല്ല. പിന്നെ പലർക്കും അറിയാത്തൊരു കാര്യം, വീട് വാടകയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വാടകക്കാരുടെ അനുവാദം ഇല്ലാതെ വീട്ടിൽ ഏത് സമയവും കയറി വരാനുള്ള അധികാരമൊന്നും ഹൗസ് ഓണേഴ്സിനില്ല. മിനിമം 24 മണിക്കൂറിന് മുമ്പ് വാടകക്കാരെ അറിയിച്ചിട്ട് വേണം ഹൗസ് ഓണർ വീട്ടിൽ വരാൻ. അതിന് വീട് ചെക്ക് ചെയ്യാനായാലും വീട് റിപ്പയർ ചെയ്യാനായാലും. അതുപോലെ വാടകക്കാർ വീട് ഒഴിഞ്ഞു പോകുമ്പോൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉടൻ തന്നെ തിരിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കും. കാരണം അവർക്ക് മറ്റൊരു വീടിന് അഡ്വാൻസ് കൊടുക്കണമെങ്കിലും ഈ തുക ആവശ്യമാണ്. ഈ ചിത്രത്തിലൂടെ എല്ലാ ഹൗസ് ഓണർമാരും പ്രശ്നക്കാരെന്നല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. വാടകക്കാരെ സ്വന്തം കുടുംബത്തിലൊരു അംഗത്തെ പോലെ കാണുന്നത്, എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ സഹകരിക്കുന്ന ഒരുപാട് ഹൗസ് ഓണർമാർ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങളും അത്തരമൊരു ഹൗസ് ഓണർ ആവാൻ ശ്രമിക്കും. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേരുന്നതാണ്. താങ്ക് യു. വാടകയ്ക്ക് താമസിക്കുമ്പോൾ നിങ്ങളുടെ ഹൗസ് ഓണർ പറഞ്ഞ വെറൈറ്റി കണ്ടീഷൻസ് എന്തെല്ലാമാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയെങ്കിലും ഹൗസ് ഓണർമാർ വാടകക്കാരെ ബുദ്ധിമുട്ടിക്കാതെ അവരോട് കട്ടയ്ക്ക് സഹകരിക്കുക. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക.
SK ടോക്സിൻ്റെ 1 മില്യൺ ജേർണിയിൽ ഞങ്ങളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന PropertyTrivandrum.com, the best property portal for buying, selling and renting properties in Trivandrum.